ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11, 2 ഡിജിറ്റ് നമ്പർ വിത്ത് 11 ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് തന്നെയാണ്, പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 11 മാത്രം. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 23 × 11, 34 × 11, 81 × 11 ഇതുപോലെയുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒറ്റ ലൈനിൽ ആൻസർ എഴുതാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ട്രിക്കിലേക്ക് പോകാം. 23 × 11 നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഫസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്, നേരെ 3 അതുപോലെ എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് ഈ രണ്ട് ഡിജിറ്റും തമ്മിൽ ആഡ് ചെയ്യുക. 3 + 2 എന്ന് പറയുന്നത് 5 ആണ്, 5 എഴുതുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്, അതുപോലെ എഴുതുക. 253 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അടുത്തത് നോക്കാം. 34 × 11 ആണ് ഫസ്റ്റ് എഴുതേണ്ട യൂണിറ്റ് പ്ലേസ്, അതുപോലെ എഴുതുക. 4 അത് കഴിഞ്ഞിട്ട് 4ഉം 3യും തമ്മിൽ ആഡ് ചെയ്യുക. 4 + 3 7 ആണ്, 7 എഴുതുക. ലാസ്റ്റ് ഡിജിറ്റ് 3 അതുപോലെ എഴുതുക. 3 7 4 3യും 4 എഴുതുന്നു. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള നമ്പർ നമ്മൾ എഴുതുന്നു. അതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അടുത്തത് നോക്കാം. 2 ഡിജിറ്റ് നമ്പേഴ്സിൽ 81 × 11 1 അതുപോലെ എഴുതുന്നു. 8ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു, 9 കിട്ടും. അത് കഴിഞ്ഞിട്ട് 8 അതുപോലെ എഴുതും. സോ 891. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ. ഇപ്പോൾ 2 ഡിജിറ്റിന് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി അതുപോലെ ചിലപ്പോൾ മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ എന്തുകൂടെ വരാം, ബാലൻസ് വരാം അല്ലേ. ഇപ്പോൾ 8 + 7 = 15, അവിടെ എന്ത് വരുന്നുണ്ട്, 15 2 ഡിജിറ്റ് നമ്പർ വരുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെ കൂടെ ചെയ്യാന്നുള്ളതും കൂടെ ഇവിടെ പറയും. ഫോർ എക്സാമ്പിൾ 75 × 11. 75നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ കാണും. ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെയാണ്. ആദ്യം ചെയ്യേണ്ടത് 5 അതുപോലെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് 7ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു. 7 + 5 12 ആണ്, പക്ഷേ നമ്മൾ 2 മാത്രം എഴുതുന്നു. 1 ബാലൻസ് കൊടുക്കുന്നു. ഇനി ഇവിടെയുള്ളത് 7 ആണ്, നമുക്ക് എഴുതേണ്ടത് 7 ആണ്, പക്ഷേ ഇവിടെ ഒരു ക്യാരി ഓവർ 1 ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, 7 + 1 ഇത് 1ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. 7 + 1 8 ആണ്, ആ 8 ഇവിടെ എഴുതുന്നു. ഇപ്പോൾ 825 ഇതാണ് അതിൽ വരുന്നൊരു ചെറിയ ചേഞ്ച്. ഇപ്പോൾ ഇതും കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ, അഡീഷൻ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഡീഷൻ ചെയ്യുന്ന ആ മെത്തേഡ് തന്നെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 85 × 11 അല്ലേ. ഇപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് 5 ആണ്, യൂണിറ്റ് പ്ലേസ് 5 ആണ്, അവിടെ 5 അതുപോലെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് 8ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്യുക. 8 + 5 13 ആണ്, നമ്മൾ 3 മാത്രം എഴുതുന്നു. 1 ക്യാരി ഓവർ ആണ്, ബാലൻസ് ഉള്ളത് അവിടെ വെക്കുക. ഇനി ചെയ്യേണ്ടത് 8 ആണ് എഴുതേണ്ടത്, പക്ഷേ ഇവിടെ 1 ഉള്ളത് കൊണ്ട് 8 + 1 9 എഴുതുക. 8ൻ്റെ കൂടെ 1 ബാലൻസ് ഉള്ള 1 കൂടെ ആഡ് ചെയ്തിട്ട് 9 എഴുതുന്നു. 935 ആൻസർ കിട്ടും. ഇവിടെ 825 ആൻസർ കിട്ടും. അപ്പോൾ സിമ്പിളാണ് 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത 2 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രമാണ്. ഇനി 3 ഡിജിറ്റിൻ്റെയും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്പേഴ്സിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ പറ്റും. അതുവരെ